അമേരിക്കയിൽ നിന്നുള്ള അച്ഛന്മാർ ഇപ്പോൾ ഉണ്ട്. അതെ അതെ അല്ലെ? അവിടുത്തെ ജനറേഷൻസിന് വേണ്ടിയാണ്. അത് ഓർത്തഡോക്സുകാരും മലയാളികളും ഒക്കെ ആയിരിക്കാം. പക്ഷെ പുതിയ ജനറേഷൻ ഒരു മലയാള സംസ്കാരമേ അല്ല അവരുടെ. മലയാളി സംസ്കാരമാണോ പുതിയ ജനറേഷൻസ്? അല്ല. ഓസ്ട്രേലിയയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഇപ്പോഴത്തെ ചെറിയ തലമുറ അവർ ഓസ്ട്രേലിയൻ വെസ്റ്റേൺ സ്റ്റൈലാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ സ്റ്റൈലാണ് അവര്. അവർക്ക് വേണ്ടി അവിടുന്ന് അച്ഛന്മാരെ നമ്മളിപ്പം സെമിനാരി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ തന്നെ പഠിച്ചിട്ട് സെമിനാരിയിൽ നമ്മുടെ സെമിനാരി വന്ന് നമ്മുടെ ആരാധനാ ശൈലി രീതിയൊക്കെ പഠിച്ച് വിശുദ്ധ കുർബാന ചൊല്ലേണ്ട വിധമൊക്കെ പഠിച്ചിട്ട് അവർ പോയി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ അച്ഛനത് പരിചയം ഉണ്ടാവും. ഓസ്ട്രേലിയയിൽ ഇപ്പം ഞാൻ അവിടെ പഠിക്കാൻ വേണ്ടി കോപ്റ്റിക് ഓർത്തഡോക്സ് പഠിക്കാൻ വേണ്ടി ഞാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് അവിടുത്തെ നമ്മുടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. ഇത് ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം അവരുടെ ലാംഗ്വേജിൽ കന്നഡയിലും തമിഴിലും തീർച്ചയായിട്ടും കന്നഡ, തമിഴ്, തുളു ഇതെല്ലാം ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലും നമ്മൾ കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ പഠിച്ചിട്ട് പോകുന്ന ഇംഗ്ലീഷ് അല്ല ഓസ്ട്രേലിയയിലും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉപയോഗിക്കുന്നത്. അവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്ക് അത് പ്രയാസമാണ് പിടിക്കാൻ. അപ്പൊ അവിടെ തന്നെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തി ഈ പറഞ്ഞ മൈൻഡ് സെറ്റോട് വളർത്തി സെമിനാരി വിട്ട് അവിടെ പഠിപ്പിച്ച് അങ്ങനെ അമേരിക്കയിൽ ഇപ്പൊ എത്രയോ അച്ഛന്മാരുണ്ട്.